साथियों, हमारे फिशरमैन का बेनिफिट भी हमारी प्राथमिकता है। ब्लू रिवॉल्यूशन और प्रधानमंत्री मत्स्य संपदा योजना के तहत केरला के लिए सैकड़ों करोड़ रुपए की परियोजनाओं को मंजूरी दी गई है। हमने पोन्नानी और पुथियप्पा जैसे फिशिंग हार्बर का भी मॉडर्नाइजेशन किया है। केरला में हजारों मछुआरे भाई बहनों को किसान क्रेडिट कार्ड भी दिए गए हैं, जिसके कारण उन्हें सैकड़ों करोड़ रुपए की मदद मिली है। സുഹൃത്തുക്കളെ, നമ്മുടെ മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുടെ പുരോഗമനവും നാം പ്രഥമ പരിഗണന നൽകുന്നു. ബ്ലൂ റവല്യൂഷൻ, പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന, ഈ പദ്ധതികളിലൂടെ കേരളത്തിലെ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ വിവിധ പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തിയത്. നാം പൊന്നാനിയും പുതിയപ്പ ഫിഷിംഗ് ഹാർബറുകളുടെ മോഡേണൈസേഷൻ നടത്തുന്നതിനുള്ള പദ്ധതികൾ നടത്തുകയാണ്. കേരളത്തിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക്, സഹോദരീ സഹോദരന്മാർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകി. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ പ്രയോജനം ആ മേഖലയിലെ ജനങ്ങൾക്ക് ഉണ്ടായി. साथियों, हमारा केरला सौहार्द और सहिष्णुता की धरती रहा है। यहां सैकड़ों साल पहले देश की पहली और दुनिया की सबसे प्राचीन चर्च में से एक सेंट थॉमस चर्च बनाई गई थी। हम सब जानते हैं, हम सब के लिए कुछ ही दिन पहले दुख की बड़ी घड़ी आई है। कुछ दिन पहले हम सभी ने पोप फ्रांसिस को खो दिया है। भारत की ओर से उनके अंतिम संस्कार में शामिल होने के लिए हमारी राष्ट्रपति द्रौपदी मुर्मू जी वहां गई थी। उसके साथ हमारे केरल के ही साथी हमारे मंत्री श्री जॉर्ज कुरियन वो भी गए थे। मैं भी केरला की धरती से एक बार फिर इस दुख में शामिल सभी लोगों के प्रति अपनी संवेदना प्रकट करता हूं. സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങൾ സൗഹാർദ്ദത്തോടെയും സഹിഷ്ണുതയോടെയും ജീവിക്കുന്ന ആളുകളാണ്. കേരളം അങ്ങനെയുള്ള മണ്ണാണ്. ഇവിടെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്ത് ആദ്യത്തെ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ സെന്റ് തോമസ് ചർച്ച് നിർമ്മിച്ചു. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമുക്ക് ആരാധ്യനായ പോപ്പ് ഫ്രാൻസിസിനെ നഷ്ടപ്പെട്ടു. ഭാരതത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അന്തിമ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ആരാധ്യായ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇവിടെ നിന്നും യാത്ര പോയിരുന്നു. ഒപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനും പങ്കെടുത്തു. ഞാനും കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ദുഃഖകരമായ ആ വാർത്തയിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് അനുശോചനങ്ങൾ അറിയിക്കുകയാണ്. साथियों, पोप फ्रांसिस की सेवा भावना, क्रिश्चियन परंपराओं में सबको स्थान देने के उनके प्रयास, इसके लिए दुनिया हमेशा उन्हें याद रखेगी. मैं इसे अपना सौभाग्य मानता हूं कि मुझे उनके साथ जब भी मिलने का अवसर मिला, अनेक विषयों पर विस्तार से मुझे उनसे बातचीत का अवसर मिला और मैंने देखा हमेशा मुझे उनका विशेष स्नेह मिलता रहता था. मानवता, सेवा और शांति जैसे विषयों पर उनके साथ हुई चर्चा, उनके शब्द हमेशा मुझे प्रेरित करते रहेंगे. സുഹൃത്തുക്കളെ, പോപ്പ് ഫ്രാൻസിസ് സേവന മനോഭാവം കൊണ്ടും ക്രിസ്ത്യൻ പാരമ്പര്യം നിലനിർത്തുന്നതിലും അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ ലോകത്താകമാനം എന്നും ഓർമ്മിക്കപ്പെടും. എനിക്കും സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊപ്പം
പലതവണ അദ്ദേഹത്തെ കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ആ അവസരങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്നേഹം എനിക്ക് ലഭിക്കുകയും ചെയ്തു. മനുഷ്യത്വം, സേവന മനോഭാവം, ശാന്തി എന്നീ വിഷയങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് എപ്പോഴും പ്രേരണ നൽകിയിട്ടുണ്ട്. साथियों, मैं एक बार फिर आप सभी को आज के इस आयोजन के लिए अपनी शुभकामनाएं देता हूं। केरला ग्लोबल मैरीटाइम ट्रेड का बड़ा सेंटर बने और हजारों नई जॉब्स क्रिएट हो, इस दिशा में भारत सरकार राज्य सरकार के साथ मिलकर काम करती रहेगी। मुझे पूरा विश्वास है कि केरला के लोगों के सामर्थ्य से भारत का मैरीटाइम सेक्टर नई बुलंदियों को छुएगा। സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ഈ പരിപാടി ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശുഭാശംസകൾ നേരുകയാണ്. കേരളം ഗ്ലോബൽ മാരിടൈം ട്രേഡിന്റെ വലിയ സെന്ററായി മാറണം. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ഈ ദിശയിൽ ഭാരത സർക്കാർ സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ കഴിവ് ഭാരതത്തിൻ്റെ മാരിടൈം സെക്ടറിൻ്റെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് വിജയകരമായി മുന്നോട്ട് വരുമെന്ന്. നമുക്ക് ഓരുമിച്ച് ഓരു വികസിത് കേരളം പടുത്തുയർത്താം. ജയ് കേരളം, ജയ് ഭാരത്. നമുക്ക് ഒരുമിച്ച് ഒരു വികസിത കേരളം പടുത്തുയർത്താം. ജയ് കേരളം, ജയ് ഭാരത്. ധന്യവാദ്. വളരെയധികം നന്ദി.